പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരീക്ഷാ സമയമാണെന്നും എല്ലാവരും കഠിനമായി തയ്യാറെടുക്കുകയാണെന്നും അറിയാം. പലപ്പോഴും കഠിനാധ്വാനമുണ്ടായിട്ടും നമ്മൾക്ക് മാർക്ക് നഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഇനിയും അത് സംഭവിക്കില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പരീക്ഷകളിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുതാത്ത 6 തെറ്റുകളെ കുറിച്ചാണ്. നമ്മൾക്ക് തുടങ്ങാം. നിങ്ങൾ എല്ലാവരും തയ്യാറാണെന്നും പരീക്ഷാ ഹാളിന് പുറത്ത് കാത്തിരിക്കുകയാണെന്നും സങ്കല്പിക്കുക. നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കാൻ 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പേ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ പുസ്തകങ്ങൾ തുറന്ന് വായിച്ചുകൊണ്ടേയിരിക്കും. അവസാന നിമിഷം വരെ എല്ലാ പോയിന്റുകളും ഓർക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. കൂട്ടുകാരെ, ഇത് നമ്മുടെ ആദ്യത്തെ തെറ്റാണ്. എന്നെ വിശ്വസിക്കൂ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാ പോയിന്റുകളും ഓർക്കും. അവസാന നിമിഷം വരെ വായന തുടർന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ആവും. അതിനാൽ ആഴത്തിലുള്ള ശ്വാസം എടുത്ത് ശാന്തമാവുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. 2. പരീക്ഷയ്ക്കിടയിൽ വിദ്യാർത്ഥികൾ ശരിയായി ചോദ്യപേപ്പർ വായിക്കാറില്ല. ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളിൽ നോട്ട് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഉദാഹരണത്തിന്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെറ്റൽ. അതിനാൽ നോട്ട് എന്ന വാക്കിന് അടിവരയിട്ട് ശരിയായി ഉത്തരം നൽകുക. ഇതോടെ നിസ്സാര തെറ്റുകൾ ഒഴിവാകാനും അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും കഴിയും. ചോയ്സ് ഉള്ള ചോദ്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും അധിക ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഒഴിവാക്കുകയും ചെയ്യുക. ഇത് സമയം ലാഭിക്കും. 3. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങൾ പിന്നീട് ഉത്തരം എഴുതും എന്ന് കരുതി ചോദ്യങ്ങളൊന്നും ഒഴിവാക്കരുത്. അറിയാത്ത ചോദ്യങ്ങളെ എഴുതാൻ സ്വയം ഓർമ്മപ്പെടുത്തുന്നതിന് ചോദ്യങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പെൻസിൽ കൊണ്ട് വട്ടമിടുക. 4. ഒരു ചോദ്യം പോലും ഉത്തരം എഴുതാതെ വിടരുത്. നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതുക. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. 5. വിദ്യാർത്ഥികൾ ഒരേ ചോദ്യത്തിനായി ഒട്ടേറെ സമയം ചെലവഴിക്കുന്നു. അറിയാത്ത ചോദ്യങ്ങളെ മാർക്ക് ചെയ്തിട്ട് അവയെ അവസാനം എഴുതുക. സമയവും ചോദ്യങ്ങളും യുക്തിപരമായി വിഭജിക്കുക. പേപ്പർ മുഴുവനും പൂർത്തിയാക്കുക. 6. അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടമായ തെറ്റ് വിദ്യാർത്ഥികൾ അവരുടെ പേപ്പർ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുന്നു എന്നതാണ്. ചർച്ചയ്ക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ കൂട്ടുകാരുടെ ഉത്തരങ്ങൾ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങൾക്ക് സമ്മർദ്ദവും ആശങ്കയും ഉണ്ടാകും. ഇത് മറ്റു വിഷയങ്ങളുടെ പേപ്പറിനെ ബാധിക്കും. സമ്മർദ്ദവും പിരിമുറുക്കവും കാരണം നിങ്ങളുടെ സ്കോർ കുറയും. അതിനാൽ പേപ്പർ ചർച്ച ഒഴിവാക്കുക. കൂട്ടുകാരെ, നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുതാത്ത 6 തെറ്റുകൾ ഇവയൊക്കെയാണ്. ഏറ്റവും മികച്ച കാഴ്ച ഏറ്റവും ബുദ്ധിമുട്ടുള്ള കയറ്റത്തോടെയാണ്. സോ ഫ്രണ്ട്സ്, അവസാനമായി എനിക്ക് നിങ്ങളോട് ഇതേ പറയാനുള്ളത്, നിങ്ങളിൽ സ്വയം വിശ്വസിക്കുക എന്നതാണ്. എന്നിട്ട് അത്ഭുതം സംഭവിക്കുന്നത് കാണുക. നിങ്ങളുടെ പരീക്ഷകൾക്ക് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഈ ടിപ്സ് നിങ്ങളെ എങ്ങനെ സഹായിച്ചു എന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.